യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 9-ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ്. സുപ്രധാന കൽപ്പനകൾ എന്നൊരു വചനത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. എല്ലാറ്റിലും പ്രഥമമായ കൽപ്പന ഏതാണ് എന്നതിന് മറുപടിയായിട്ട് യേശു പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നും, രണ്ടാമത്തേത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നും കർത്താവ് പറഞ്ഞു നൽകുന്നു. ഈ ഒരു വചനഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവ് കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്നുകൂടെയാണ് പറഞ്ഞു വയ്ക്കുക. അതിനേക്കാൾ ഉപരി കർത്താവ് പറയുന്നു കൽപ്പനകൾ പാലിക്കുക എന്നതിൽ തന്നെയാണ്. എങ്കിലും ആ കൽപ്പനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുകൂടെ കർത്താവ് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെ വായന നമുക്ക് നൽകുന്ന സന്ദേശമാണ്, ദൈവവചനം വിലങ്ങു വയ്ക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഒന്നാമത്തെ വായന പറയുക. ഒന്നാമത്തെ വായന പറയുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും വചനത്തെ മൂടി വയ്ക്കുവാനോ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വയ്ക്കുവാനോ മറ്റുള്ളവർ കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിനെ കുഴിച്ചു മൂടുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ സാധ്യമാവുകയല്ല എന്നാണ് ഈ ഒരു വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയും. വീണ്ടും പറയുന്നുണ്ട്, വചനം വിശ്വാസ യോഗ്യമാണ്, വചനം സത്യമാണ് എന്നുകൂടെ തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാം. നാം വിശ്വസിക്കുന്ന കർത്താവ് നൽകുന്ന ഈ ഒരു വചനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു വചനം നമ്മെ അനുഗ്രഹിക്കുമെന്നും കൂടെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്, അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കാം. ഇത് പറയുവാനുള്ള കാരണമെന്ന് പറയുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ ഞാനും ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ് ചെയ്യുക. ആ കൽപ്പനകൾ പാലിക്കുന്നത് കൊണ്ട് ക്രിസ്തു നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും എന്നുകൂടെയാണ് പറഞ്ഞു വയ്ക്കുക. വചനത്തിൽ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ അവനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവനും നമ്മെ നിഷേധിക്കുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് കൽപ്പനകൾ പാലിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ നിഷേധിച്ചു കാണിക്കുകയാണ്. കൽപ്പനകൾ ആരൊക്കെയാണോ കൃത്യമായി പാലിച്ചു പോരുന്നത് അവരെല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസ യോഗ്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ കൽപ്പനകൾ പാലിക്കുന്നത്. ഇന്നിൻ്റെ ലോകത്ത് നാം മനസ്സിലാക്കേണ്ടത് അപ്രകാരമല്ല. ഇന്നിൻ്റെ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ ഈ കൽപ്പനകളൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ ഒരു കൽപ്പനകൾ പാലിക്കാതെ പോകുന്ന പല ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് കൽപ്പനകൾ പാലിച്ചില്ല എങ്കിലും കുഴപ്പമില്ല. ചിലർ പറയുന്നുണ്ട് തിന്മ ചെയ്താലും കുമ്പസാരിച്ചാൽ പോരെ എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച ആ ഒരു സ്നേഹം, ആ ഒരു സ്നേഹത്തിൽ നിലനിൽക്കുക. അതിനേക്കാൾ ഉപരി ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനായിട്ട് അവനോടുകൂടെ ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവനോടുകൂടെ മരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ അവനോടൊപ്പം ഞാനും ജീവിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.